ദോശയുടെ കൂടെയാണ് നമ്മുടെ ചിക്കൻ കറി സൂപ്പർ. അതുകൊണ്ടാണ് ദോശയും ഉണ്ടാക്കുന്നത്. പാലക്കാടിൻ്റെ ഒരു രുചിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തേത് നമ്മുടെ ഒരു സ്പെഷ്യൽ ചിക്കൻ കറിയാണ് ഉണ്ടാക്കുന്നത്. ഒരു പാലക്കാട് സ്പെഷ്യൽ ചിക്കൻ കറിയാണ്. ഇതുപോലെ ദോശയുടെ കൂടെ വേണം കേട്ടോ ട്രൈ ചെയ്യാൻ. പാലക്കാടിൻ്റെ സ്വന്തം രുചി എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. അതിനുവേണ്ടി കുറച്ച് ഇഞ്ചി എടുത്തു, വെളുത്തുള്ളി എടുത്തു, പച്ചമുളക് എടുത്തു. ഇത് കുരുമുളകാണ്, പച്ചക്കുരുമുളക്. ഈ 2 പച്ചക്കുരുമുളക് ഇതുകൂടി നമുക്കൊന്ന് ചതച്ചെടുത്തിട്ട് വരാം. ഇനി ഇതിലേക്ക് നമുക്കൊരു നാളികേരം അരച്ച് ചേർക്കണം. അപ്പോൾ ഇതിനായിട്ട് ഒരു നാളികേരം എടുത്തു. പിന്നെ ഇത് ഈ പച്ചക്കുരുമുളക് എടുത്തു, വെളുത്തുള്ളി, ചെറിയ ഉള്ളി, ഇത് നല്ല ജീരകം. ഈ അരപ്പിന് പകരമായിട്ട് നമുക്ക് വേണമെങ്കിൽ നാളികേരവും പെരുംജീരകവും മാത്രമായിട്ട് വേണമെങ്കിലും അരച്ച് ചേർക്കാം. ഇതെല്ലാം കൂടി നമുക്ക് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം. ഒരു പാൻ അടുപ്പത്ത് വെച്ചു. പാൻ ചൂടാകുമ്പോൾ നമുക്ക് എണ്ണ ഒഴിക്കാം. ആവശ്യത്തിന് എണ്ണ ഒഴിച്ചു. ഇനി അതൊന്ന് ചൂടാകട്ടെ. എണ്ണ ചൂടായി. ഇതൊരു 4 സവാളയാണ്. അതിതുപോലെ ചെറുതാക്കി മുറിച്ചു. ഇനി നമുക്കിതിലേക്ക് ഇടാം. നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഉള്ളി ഏകദേശം വഴന്നു വന്നു. ഈ സമയത്ത് നമുക്ക് കുറച്ച് കറിവേപ്പില ഇടാം. ഇത് നമ്മൾ വെളുത്തുള്ളി, ഇഞ്ചി, പച്ചമുളക്, പച്ചക്കുരുമുളക് അത്രയും ചതച്ചതാണ്. നമുക്ക് ഇതിലേക്ക് ചേർക്കാം. ഇതിൻ്റെ പച്ചമണം ഒന്ന് മാറട്ടെ. പച്ചക്കുരുമുളകിൻ്റെ നല്ല ഫ്ലേവർ വരുന്നുണ്ട്. ഇതൊരു 3 തക്കാളിയാണ്. അത് നമുക്കിതിലേക്ക് ചേർക്കാം. നന്നായിട്ട് വഴറ്റിയെടുക്കാം. ഈ സമയത്ത് ആവശ്യത്തിന് ഉപ്പ് ചേർക്കാം. ചിക്കനും കൂടെയുള്ള ഉപ്പാണ് ചേർക്കുന്നത്. നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കാം. ഉള്ളി, തക്കാളി, നമ്മുടെ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് എല്ലാം നന്നായിട്ട് പച്ചമണം മാറി നന്നായി വഴന്നു വന്നു. ഈ സമയത്ത് മസാലകൾ ചേർക്കാം. 1 ടീസ്പൂൺ മല്ലിപ്പൊടി, 2 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി, 1/2 ടീസ്പൂൺ ഗരം മസാല, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇതിലേക്ക് ഇടാം. ഇനി ഇതിൻ്റെയും പച്ചമണം മാറിക്കിട്ടണം. മസാലയുടെയൊക്കെ പച്ചമണം മാറി. ഇനി നമുക്ക് ചിക്കൻ വേകുന്നതിന് ആവശ്യമായ വെള്ളം ഒഴിക്കണം. ഇത് തിളപ്പിച്ച വെള്ളമാണ് ഒഴിക്കുന്നത്. കുറച്ചുകൂടെ ഒഴിക്കാം. ഇനി നമുക്കിതിലേക്ക് ചിക്കൻ ഇടാം. ഇത് 1 കിലോ ചിക്കൻ ഉണ്ട്. നമുക്കിതിലേക്ക് ചേർത്താം. ചിക്കൻ ഇട്ടു. ഇനി ഇത് നന്നായി ഒന്ന് ഇതേപോലെ ഇളക്കി യോജിപ്പിച്ചിട്ട് നമുക്ക് അടച്ചു വെച്ച് വേവിക്കാം. ഇത് ലോ ടു മീഡിയം ഫ്ലെയിമാണ് വെച്ചിരിക്കുന്നത്. തീരെ ഹൈയും അല്ല ലോവും അല്ല, അങ്ങനെ. ഇനി ഇതൊന്ന് അടച്ചു വെച്ച് നമുക്ക് വേവിക്കാം. പാലക്കാട് സ്പെഷ്യൽ ചിക്കൻ കറി എന്ന് പറഞ്ഞില്ലേ, അത് ഇതും കൂടെ ചേർക്കുന്നതുകൊണ്ടാണ് പറഞ്ഞത്. ഇത് കുമ്പളങ്ങ, ഇത് നമ്മുടെ വീട്ടിലുണ്ടായ കുമ്പളങ്ങയാണ്. അപ്പം ഇതിൻ്റെ ഒരു 1/4 ഭാഗം നമുക്ക് ചിക്കൻ കറിയിലിടാം.
ഇത് പാലക്കാട് സംക്രാന്തി പിന്നെ കല്യാണ ദിവസത്തിൻ്റെ തലേ ദിവസം പാലക്കാട് ഒരു സ്പെഷ്യലാണിത്, ചിക്കനും കുമ്പളങ്ങയും കൂടെയുള്ള കറി. അപ്പോൾ നമുക്ക് വെച്ച് നോക്കാം. ഇപ്പോൾ ചിക്കൻ ഏകദേശം വേകാറായി. ഈ സമയത്ത് രമ്പയില ഉണ്ടല്ലോ, അന്ന് കാണിച്ചിരുന്നില്ലേ രമ്പയില, അത് നമുക്കിടാം. നല്ലൊരു ഫ്ലേവർ വരും. ഇനി അടച്ചു വെക്കാം. തുറന്ന് നോക്കാം. ഇപ്പോൾ ഒരു 90% നമ്മുടെ ചിക്കൻ വെന്തു. ഈ സമയത്ത് നമ്മൾ കുമ്പളങ്ങ ചേർക്കാം. ഇത് കണ്ടില്ലേ, ഈ ഒരു പാകത്തിൽ വേണം കുമ്പളങ്ങ കട്ട് ചെയ്തെടുക്കാൻ. ഇതിലേക്ക് ഇടാം. ഇളക്കി യോജിപ്പിക്കാം. ഇത് നിങ്ങളൊന്ന് ഉണ്ടാക്കി നോക്കണം കേട്ടോ, നല്ല ടേസ്റ്റാണ്. നമുക്കിനി വീണ്ടും അടച്ചു വയ്ക്കാം. കുമ്പളങ്ങയും കൂടെ വേകണം, അതോടെ അടച്ചു വെക്കാം. കുമ്പളങ്ങയും ഏകദേശം വെന്ത് വന്നു. ഈ സമയത്ത് നമ്മൾ നാളികേരം അരച്ചിരുന്നല്ലോ, നാളികേരവും വെളുത്തുള്ളി, ചെറിയ ഉള്ളി, പച്ചക്കുരുമുളക് അരച്ചുവല്ലോ, അത് ഇതിലേക്ക് ഈ സമയത്ത് ചേർക്കാം. ഇതൊന്ന് ഇളക്കി ഒന്ന് യോജിപ്പിച്ചിട്ട് ഇതിൻ്റെയും പച്ചമണമൊക്കെ ഒന്ന് മാറണം. അടച്ചു വെക്കാം. നമ്മുടെ കുമ്പളങ്ങയും ചിക്കനും കൂടിയുള്ള കറി റെഡിയായി. പാകത്തിനായിട്ടുണ്ട്. ഇനി നമുക്ക് ഒന്ന് തണുത്തതിന് ശേഷം ഉപയോഗിക്കാം. സ്റ്റവ് ഓഫാക്കാം. ദോശയുടെ കൂടെയാണ് നമ്മുടെ ചിക്കൻ കറി, സൂപ്പർ. അതുകൊണ്ടാണ് ദോശയും ഉണ്ടാക്കുന്നത്. ദോശ റെഡിയായി. ഇനി കറി കൂട്ടിയിട്ട് കഴിക്കാം. ഒരു ടേസ്റ്റിയായ കുമ്പളങ്ങ ചിക്കൻ കറി, അതും കൂടെ നമുക്ക് ദോശയിലേക്ക് വെച്ചിട്ട് കഴിക്കാം. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. എല്ലാവർക്കും ഉറപ്പായിട്ട് ഇഷ്ടമാവും. ഇനി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ഹാവ് എ നൈസ് ഡേ.